പോലെ മലയാളത്തിലെ എന്റെ ജീവിതത്തിൽ നടക്കുന്നു. ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അതെ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിനെ കാരണം എനിക്ക് ഇനി നിറയെ പേര് എന്നെ അറിഞ്ഞു. നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഉള്ളിൽ നമ്മൾ എത്രത്തോളം നമ്മൾ അഭിനയിച്ചു നിന്നാലും അത് ഉറപ്പായിട്ടും അത് ഒരു നാൾ പുറത്തു വരും. Actually, ഇതാണ് new age stuff ആണ്, because this is all very new things that are happening in society. Yes. So I think it's always good to be part of. സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂ ചെയ്യുന്നവരെയും ഇന്റർവ്യൂ ചെയ്യുന്ന മിന്നും താരങ്ങളെയൊക്കെ കാണാം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷ ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരാളുടെ കഴിവ് കാണിക്കണമെങ്കിൽ നമ്മൾ വേറെ പ്ലാറ്റ്ഫോമിലൊന്നും പോകണ്ട, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അവന് രക്ഷപ്പെടാനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലൊരു ഇൻസ്ട്രുമെന്റ് ആയിട്ടുണ്ട്. I needed a challenge. അപ്പൊ എന്ത് ചെയ്യണം നോക്കി. The usual courses, start a boutique, അങ്ങനെ ചെയ്യാം. Finally I was like, you know what, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഏറ്റവും ഹാപ്പിയും സംസാരിക്കുന്നതും ഇങ്ങനത്തെ സംഭവങ്ങളാ. ഇത്രയും നാൾ നിന്ന് ചെയ്തു, കുറച്ചു നാൾ ഇരുന്ന് ചെയ്യാം. ഒരു ഒത്തന്റിക് ആയിട്ട് നമ്മൾ ആങ്കറിങ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നമ്മളുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി വിൽ ഷൈൻ ത്രൂ. ആ കണ്ടസ്റ്റൻസിനെ കൂടുതൽ എന്നെ നോട്ട് ചെയ്തെങ്കിൽ അതെന്റെ ഫെയിലിയർ ആണ്. ബിക്കോസ് ഞാൻ അവിടെ ഇരുന്നത് അവരെ നോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. Hello everyone and welcome to Milestone Makers presents Dazzler HNR Digital Superstars 2026. നമ്മുടെ venue partner is Walker Venue Convention Center, refreshment partner Musri's Choice, co-sponsored by Parakat Jewels. Welcome to Milestone Makers presents Dazzler HNR Digital Superstars 2026. Welcome Shivangi. Hello. ഇന്നത്തെ നമ്മുടെ സ്പോട്ട്ലൈറ്റ് ഫുൾ ആക്ച്വലി ശിവാംഗിയാണ്. അറിയുന്നുണ്ടോ അത്? മലയാളികൾ എത്രത്തോളം താങ്കളെ സ്നേഹിക്കുന്നു എന്നുള്ളത് അറിയുന്നുണ്ടോ? ഇപ്പോഴാണ് അറിയാൻ തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് 2025 ആക്ച്വലി ഷൈൻ ചെയ്ത സ്റ്റാർസിനെയാണ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പൊ അതിലൊരു പാർട്ടാണ് ശിവാംഗി എന്നുള്ളത്, നമ്മുടെ മലയാളികളുടെ ഒരു പാർട്ടാണ്. ഓക്കെ, സോ വാട്ട് യു ഫീൽ, വാട്ട് മേക്സ് യു മോർ എക്സൈറ്റിംഗ് അബൌട്ട് ദിസ് ഷോ? ആക്ച്വലി എന്താന്ന് വെച്ചാ തമിഴ്നാട്ടിൽ വന്ന് ഇതേമാതിരി നടന്നിട്ടുണ്ട്. ഡിജിറ്റൽ അല്ല, സോ മലയാളത്തില് ഞാൻ ഇങ്ങനെ ഒന്ന് വാങ്ങിക്കും ഞാൻ എതിർപ്പാത്തില്ല. സോ ഞാൻ അതാ പറഞ്ഞോണ്ടിരുന്നേ, അങ്ങനെ തമിഴിൽ നടക്കുന്ന പോലെ മലയാളത്തിലെ എന്റെ ജീവിതത്തിൽ നടക്കുന്നു. ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അതെ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിനെ കാരണം എനിക്ക് ഇനി നിറയെ പേര് എന്നെ അറിയും. ആരും അറിയാനില്ല എന്നുള്ളതാണ്. ശിവാംഗിയുടെ ഒരു വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റീൽസോ വരുമ്പോ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വ്യൂസ്, എസ്പെഷ്യലി മലയാളത്തില്. ഓക്കെ, നമ്മളുടെ വേണം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ശിവാംഗി. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഓക്കെ ഫൈൻ. സോ ശിവാംഗി ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഇന്ന് നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്തായിരിക്കും? സത്യമായി എനിക്ക് ഐഡിയവേ ഇല്ല. ബിക്കോസ് ഞാൻ മലയാളം അവാർഡ് ഷോ വന്ന് ഒരു TV ഷോന്റെ അവാർഡ് ഷോ പോയിട്ടുണ്ട്. അവിടെ നിറയെ സെലിബ്രിറ്റീസ് ഉണ്ട്. ഡിജിറ്റൽ അവാർഡ് ഷോ എനിക്ക് അറിയില്ല. സോ ഞാനും വന്ന് ഭയങ്കര ക്ലൂലെസ് ആയിട്ടാണ് ഉള്ളിൽ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു ചെറിയ ടാസ്ക് തരട്ടെ. ഓക്കെ, ഒരു റെഡ് കാർപ്പറ്റ് ടാസ്ക് ആണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ഞാൻ ശിവാംഗി പാടുന്ന പാട്ട് കേട്ടിട്ടുണ്ട്, മലയാളം പാടുന്ന പാട്ട് കേട്ടിട്ടുണ്ട്. സോ ഞാനൊരു 2 ലൈൻസ് അല്ലെങ്കിൽ 2 വേർഡ്സ് പാടും, ബാക്കി ഫിൽ ചെയ്യണം ലിറിക്സ്. മലയാളം സോങ്സ് ആണ് കംപ്ലീറ്റ്ലി. ഓക്കെ, റെഡി? ഓക്കെ, ഓഫ് കോഴ്സ് താങ്കളുടെ ഏറ്റവും ഫേവറേറ്റ് ശ്രേയ ഘോഷന്റെ സോങ്സ് ആയിരിക്കും. ഓക്കെ, കെൻ ഐ സ്റ്റാർട്ട്? ഓക്കെ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. സെക്കൻഡ് ലൈൻ പാടണമെങ്കിൽ 17 പൗർണമി കാണും അഴകില്ലാതുള്ളൊരു പൂവിന് അറിയാതെ ഗാനടക്കം പുതുമീനുക്കം ചെറുമയക്കം. Superb. Welcome back to Milestone Makers presents Dazzler HNR Digital Superstars 2026. അനുമോൾ, വെൽക്കം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എന്തോരം വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ ബിഗ് ബോസിലുണ്ടായിരുന്നപ്പോ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ ബാക്കി പരിപാടികളൊക്കെ പറയുന്നതിന് മുന്നേ ഞാനും എന്റെ ഫാമിലി താങ്കൾ വലിയൊരു ഫാനോ. ഓക്കെ, ഞാനും അനിയത്തി കൂടെ ഇങ്ങനെ ടിവിയുടെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്, ആ അനുമോള് കപ്പ് ഉയർത്തുമോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട്. ഓക്കെ, സോ ഒരുപാട് സന്തോഷം. ആൻഡ് താങ്കൾക്ക് അറിയാം 2025
അതൊരു ടെലിവിഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മീഡിയയിൽ മിന്നി തിളങ്ങിയ താരങ്ങളെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ? അതിന്റെ ഒരു പാർട്ടായിരിക്കുകയാണ്. എത്രത്തോളം സന്തോഷമുണ്ട്? ഒരുപാട് സന്തോഷം. എക്സ്പെഷ്യലി നമ്മുടെ മൈൽസ്റ്റോൺ മീഡിയ തരുന്ന ഈ ഒരു അംഗീകാരം അത് ഭയങ്കര സന്തോഷമാണ്. കാരണം മൈൽസ്റ്റോൺ മീഡിയ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫാമിലി പോലെയാണ്. കാരണം എൻ്റെ ഈ പറയുന്ന യാത്രയിലെ പ്രധാന ഘട്ടങ്ങളിൽ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു ഫാമിലിയാണ് ഈ പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മൈൽസ്റ്റോൺ മീഡിയ എന്ന് പറയുന്നത്. എൻ്റെ വിശ്വാസം, എൻ്റെ സന്തോഷം, എൻ്റെ ഇൻ്റർവ്യൂസൊക്കെ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്തൊരു ഒരു ചാനലാണ് നമ്മുടെ മൈൽസ്റ്റോൺ മീഡിയ എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും സന്തോഷവും മാത്രമാണ്, സന്തോഷവും സ്നേഹവുമാണ് എനിക്ക് എപ്പോഴും അവരോട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു നമ്മുടെ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ തന്നെയും താങ്കൾ എല്ലാവർക്കും അറിയാം, സീരിയൽസിലൂടെയും ഷോർട്ട് ഫിലിംസിലൂടെയും ആൽബംസിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ മാജിക് പോലെ ആ ഒരു അത്രയും ഹ്യൂജ് ആയിട്ടുള്ള അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഷോയിലൂടെയും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ബിഗ് ബോസിലൂടെ വന്നപ്പോഴത്തേക്കും അതിൽ കിട്ടിയൊരു എക്സ്പോഷർ ഇസ് വെരി ഡിഫറെന്റ് അല്ലെ? ഒരുപാട് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, ഒരു വിന്നർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമല്ല, അതിനകത്ത് വരുന്ന 25 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും നല്ലൊരു അംഗീകാരം തന്നെയാണ് കിട്ടുന്നത്. അതിൽ നിന്നും നല്ലൊരു പേര് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ സീസൺ 7 മാത്രമല്ല, ഫസ്റ്റ് സീസൺ മുതൽ ഇതുവരെയുള്ള എല്ലാവർക്കും ഇതുപോലുള്ള നല്ല അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, നല്ല പേരും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റെഡ് കാർപ്പറ്റിൽ വന്ന സ്ഥിതിക്ക് ഇവിടെ ഒരു ചെറിയ ടാസ്ക് എന്ന് പറഞ്ഞ സാധനം, റെഡ് കാർപ്പറ്റ് ടാസ്ക് ഉണ്ട്. ഞാൻ ജനറൽ നോളജ് ഒന്നും ചോദിക്കില്ല, ചോദിച്ചാലും ഞാൻ പറയില്ല. ഓക്കെ, അപ്പൊ ഒരു റെഡ് കാർപ്പറ്റ് ടാസ്കിലോട്ട് നമുക്ക് പോകാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ റിപ്പീറ്റ് ചെയ്യണം, അതാണ് ടാസ്ക്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ താങ്കൾ ഈ ടാസ്കിൽ ഫെയിൽ ആവും. റെഡി ആണോ? ഞാൻ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യട്ടെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഗ്രീൻ, ഗ്രീൻ. ബ്ലാക്ക്, ബ്ലാക്ക്. ബ്ലൂ, ബ്ലൂ. ബ്ലാക്ക്, ബ്ലാക്ക്. റെഡ്, റെഡ്. വയലറ്റ്, വയലറ്റ്. ഇൻഡിഗോ, ഇൻഡിഗോ. വയലറ്റ്, വയലറ്റ്. ഇബ്ജിയോർ, ഇബ്ജിയോർ. ഞാൻ, ഞാൻ. ഇയാള്, ഇയാള്. അനിമോൾ, അനിമോൾ. അനിമോൾ, അനിമോൾ. വീട്, വീട്. സ്കൈയുടെ കളർ എന്താ? സ്കൈയുടെ കളർ എന്താ? സൂപ്പർ. ഇവിടെ വേറെ ആരും ഈ ടാസ്ക് ജയിച്ചില്ല, സത്യം ജയിച്ചിട്ടില്ല. എല്ലാരും സ്കൈയുടെ കളർ ജയിക്കുമ്പോ അതാണ്. അപ്പൊ അനിമോള് മാസ്റ്റർ മൈൻഡ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഭയങ്കര ബുദ്ധിയുള്ള ആളാ. 2025 ആക്ച്വലി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന താരങ്ങളെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ആദരിക്കുന്നത്. ആൻഡ് യു ആർ എ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, സോ വാട്ട് മേക്സ് യു മോർ എക്സൈറ്റിംഗ് അബൌട്ട് ഇറ്റ്? Actually, ഇതാണ് ന്യൂ ഏജ് stuff ആണ്, because this is all very new things that are happening in society. Yes, yes. So I think it's always good to be part of the എന്താ പറയാ, with the keeping with the times. I think this is what's happening now, because നമ്മൾ കാണുന്നതോറും everyone's moving on to digital media, and so definitely this is what is trending. ഓക്കെ, മാമിനെ എപ്പോഴെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. മാം പറയുന്ന കുറേ കാര്യങ്ങൾ ഇറ്റ് ഇസ് സോ കണക്ടിങ് ടു മീ. ഞാൻ ഇരുന്നിങ്ങനെ കാണാറുണ്ട് റീൽസ് മാമിന്റെ. ഓക്കെ, ഒരുപാട് കണക്ട് ആവും. അപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട് താഴെ വരുന്ന കമന്റ്സ് കണക്ട് ആവാത്ത കുറെ ആൾക്കാർ കമന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ ഈ സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ, കമന്റ്സ് നോക്കിയിട്ടാണ് ഓരോ ആൾക്കാരെ വിലയിരുത്തിയത്. സോ ഹൗ ഡു യു സീ ദിസ് ഇന്നത്തെ ഈ ഒരു കൾച്ചർ, സോഷ്യൽ മീഡിയ കൾച്ചർ? സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ഇടുന്ന കമന്റ് നമ്മൾ ആരാണെന്നുള്ളതാണ് തെളിയിക്കുന്നത്, വേറൊന്നുമല്ല. കമന്റ് ഇട്ട ആളുടെ നിലവാരവും അവരാരാണെന്നുള്ളതാണ് നമുക്ക് അവരുടെ കമന്റിൽ നിന്നും മനസ്സിലാവുന്നത്. Exactly. So thank you so much, ma'am. Welcome to Milestone Makers presents Dazzle HNR Digital Superstars 2026. ഇന്നത്തെ കൂടെ ഉള്ളത് അനീഷേട്ടൻ ആണ്. അനീഷേട്ടൻ എന്ന് ഞാൻ വിളിക്കുള്ളൂ, ഫുൾ പേര് വിളിക്കില്ല, കാരണം നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ചെയ്തതാണ്. ഓക്കെ, സോ ബിഗ് ബോസ് ഈ കഴിഞ്ഞ വർഷത്തെ സീസണിൽ ആൾക്കാരിൽ ഒരുപാട് ജനപ്രീതി നേടി, ആൾക്കാരുടെ ഒരുപാട് സ്നേഹം കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ്. സോ 2025 മിന്നും താരങ്ങളെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. താങ്കൾ അതിന്റെ ഒരു പാർട്ടായിരിക്കുകയാണ്. എന്താ തോന്നുന്നത്? ഓ, ഈ പറഞ്ഞ പോലെ തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഒരു സ്നേഹം കിട്ടുക എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു ഷോയില് പോയിട്ട് ആ ഷോയുടെ ഭാഗമായിട്ട് ഇത്രയും ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നിങ്ങളുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു സ്റ്റാർ ഇവന്റിൽ എനിക്ക് ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് അതിനേക്കാളേറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ ഈ പ്രോഗ്രാം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, എന്നെങ്കിലും എനിക്കും ഇങ്ങനെ ഒരു അവാർഡ് കിട്ടണം എന്നുള്ളത്. ഭാഗ്യവശാൽ എനിക്ക് ഈ കൊല്ലം ഈ അവാർഡ് കിട്ടിയിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ഡബിൾ സന്തോഷം. അതെ, ഒരു ആഡഡ് ബോണസ് ആണ് അത്. യെസ്, ഓഫ് കോഴ്സ്. അപ്പൊ ചേട്ടാ, ഇന്ന് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്ലി വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ് ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷനിൽ?
ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂ ചെയ്യുന്നവരെയും ഇന്റർവ്യൂ ചെയ്യുന്ന മിന്നും താരങ്ങളെയൊക്കെ കാണാം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷ ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ഞാൻ ഇതേവരെ ഇന്റർവ്യൂസ് ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ കുറച്ച് പേരെ പരിചയവുമില്ല. അപ്പോ ഓഫ് കോഴ്സ് അവരെ കാണാന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അത് കൂടാതെ വിവിധ മേഖലകളിൽ ഡിജിറ്റൽ സ്റ്റാർസ് ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ അതും ഒരു ഹാപ്പിനെസ് ആണ്. അപ്പൊ ചേട്ടനെ പറ്റിയിട്ട് നമ്മൾ ബിഗ് ബോസിൽ കാണുമ്പോൾ ചേട്ടനെ പറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ചേട്ടന്റെ വാക്സാമർത്ഥ്യം. നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ഒരേ സാധനം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കുറെ പ്രാവശ്യം സംസാരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചേട്ടനെ പറ്റി ആൾക്കാർ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് പറയുന്ന കാര്യം എന്നുള്ളതിന്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ചെറിയൊരു റെഡ് കാർപ്പറ്റ് ടാസ്ക് വരട്ടെ. പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പൊ ടാസ്ക് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ എന്ത് ചോദ്യം ചോദിച്ചാലും ചേട്ടൻ കാ വെച്ച് മാത്രമേ ഉത്തരം പറയൂ. കാലിൽ സ്റ്റാർട്ട് ചെയ്യണം. 5 ചോദ്യം. ഓക്കെ, ചേട്ടന്റെ പേരെന്താണ്? കനീഷ്. ഓക്കെ, എവിടെ നിന്ന് വരുന്നു? കോടന്നൂർ. ഓക്കെ, എന്താ കഴിച്ചത് ഇന്ന്? കായ. ചേട്ടാ എപ്പോഴാ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത വരെ? 1/4 മണിക്കൂർ മുമ്പ്. 1/4 മണിക്കൂർ മുമ്പ്. ഓക്കെ, എങ്ങനെ വന്നേ? കാറിൽ. ഓക്കെ, എങ്ങനെ ഇപ്പൊ അകത്തോട്ട് പോകുന്നേ? കാലുകൊണ്ട്. ഇന്ന് അവാർഡ് ഉണ്ടോ? കരുതുന്നു അവാർഡ് ഉണ്ടെന്ന്. സൂപ്പർ. വെൽക്കം ബാക്ക് ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡാസ്ലർ HNR ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2026. ചേട്ടാ വെൽക്കം. താങ്ക് യു. ഓക്കെ, സോ നമുക്കറിയാം 2025 ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മിന്നി തിളങ്ങിയ താരങ്ങളെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് അവരെ അവാർഡ് ചെയ്യുന്നു, അവരെ ആദരിക്കുന്നു. സോ താങ്കളും അതിന്റെ ഒരു പാട്ടായിരിക്കുകയാണ്. ഹൗ ഡു യു ഫീൽ? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒന്നാമത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ അവാർഡ്സ് കൊടുത്തു തുടങ്ങുന്നത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആണ്. കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങി. അതിൻ്റെ അകത്ത് തന്നെ ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ബെസ്റ്റ് OTT സിനിമ കിട്ടി. അതിന്റെ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും വീണ്ടും ഭരതനാട്യം പോലെ തന്നെ അത്യാവശ്യം വളരെ ഗംഭീരമായിട്ട് OTTയിൽ സ്ട്രീം ചെയ്യപ്പെട്ട അഭിലാഷം എന്ന് പറഞ്ഞ റൊമാൻറ്റിക് സിനിമയ്ക്ക് ആ പടത്തിൽ അഭിനയിച്ചതിന് എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടുന്നു. സോ ഒരു ഭയങ്കര ഫീലാണ്. പിന്നെ ഡിജിറ്റൽ അവാർഡ്സ് അത് പലരും ഡിജിറ്റൽ ഏരിയയെ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു ഈ അവാർഡ്സിലൊക്കെ. അത് തുടങ്ങിയത് അതാണ് മൈൽസ്റ്റോൺ മീഡിയ ആണ്. സോ ഹാറ്റ്സ് ഓഫ് ടു ദെം. ആൻഡ് ഇത് ഇനിയും വളരട്ടെ. ഇതിനേക്കാളും വലിയ അവാർഡ് ഫംഗ്ഷൻസ് ആയി മാറട്ടെ. ഇനിയും ഇതിനേക്കാളും വലിയ ക്രൗഡ് ഉള്ളൊരു സംഭവമായി മാറട്ടെ. വെൽക്കം ബാക്ക് ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡാസ്ലർ HNR ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2026. കിൻചേട്ടാ സ്വാഗതം. വെൽക്കം ബ്രോ. ഓക്കെ, അപ്പോ കഴിഞ്ഞ വർഷം അതായത് 2025 സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ മിന്നിത്തിളങ്ങിയ താരങ്ങളെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് യു ആർ ഓൾസോ എ പാർട്ട് ഓഫ് ഇറ്റ്. എന്താ ചെയ്യേണ്ടത് തോന്നുന്നത്? മിന്നിത്തിളങ്ങിയത് ഞാൻ തന്നെയല്ലേ? അതല്ലേ, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മിന്നിത്തിളങ്ങി എന്നുള്ളതാണ്. അതെ, അല്ല അതാ ഞാൻ പറഞ്ഞത്. ഒരാളുടെ കഴിവ് കാണിക്കണമെങ്കിൽ നമ്മൾ വേറെ പ്ലാറ്റ്ഫോമിലൊന്നും പോകണ്ട, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതെ, അവന് രക്ഷപ്പെടാനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലൊരു ഇൻസ്ട്രുമെന്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിൽ മിന്നിത്തിളങ്ങിയവരെ നമ്മൾ അംഗീകരിക്കണം. അവരെ പ്രത്യേകിച്ച് മൈൽസ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞ തവണ അവാർഡ് തന്നിരുന്നു. അപ്പോ അവാർഡ് കൊടുത്തിരുന്നു. അപ്പോ കിട്ടുമ്പോ മാത്രമല്ല കൊടുക്കാനും വരണം. കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് എത്തിയത്. അതെ, എന്താണ് ബ്രോ പറയാനുള്ളത്? ഇപ്പൊ നമ്മള് ഷോ കണ്ടോ? അകത്ത് കുറച്ചു നേരം സ്പെൻഡ് ചെയ്തോ? ഞങ്ങള് ജസ്റ്റ് ഇപ്പൊ ഞങ്ങള് ഉള്ളിലേക്ക് കയറിയില്ല. ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്ലി ഇന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഇവിടെ എന്തായാലും കുറെ ഇവന്റ്സ് കിടക്കാണ്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ആണ്. ഓക്കെ, നമുക്ക് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെയ്യണം നമ്മൾ പേഴ്സണലി പല സമയത്തും കണ്ടിട്ടുണ്ട്, നമ്മൾ ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് ഇസ് വെരി ഡിഫറെന്റ്. ഇപ്പോ പൊതുവേ പറയും നമ്മള് മക്കള്, അതായത് ആൺമക്കള് അമ്മമാരോട് കുറച്ച് കൂടുതൽ അടുപ്പമുണ്ട് എന്നും പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നമ്മളൊരു ബോണ്ട് എങ്ങനെയാണ് ശരിക്കും? അങ്ങനെയാണ്. ഓക്കെ, അത് പറയേണ്ട ആള് ഇതാണ്, ഇദ്ദേഹമാണ്. ഇതൊക്കെ തന്നെ പറയാനുള്ള കൂട്ടുകാരുടെ ഭയങ്കര ഫോർമാലിറ്റി അങ്ങനെ ഒന്നും. വെൽക്കം ബാക്ക് ടു ഡാസ്ലർ HNR ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2026. ചേച്ചി ഒന്നല്ല രണ്ടെണ്ണം. ഓക്കെ, സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവാർഡ് മോസ്റ്റ് പോപ്പുലർ ഡിജിറ്റൽ എന്റർടൈൻമെന്റ് ഷോ 25. Not bad. Also നമുക്ക് കിട്ടിയിരിക്കുന്ന ബെസ്റ്റ് സെലിബ്രിറ്റി ഇന്റർവ്യൂവർ 25. You truly deserve it. Really deserve it. Yes. See, actually, to be very honest, as an audience, as a viewer, as an audience, sorry, I'm with Ranjini Harsha. Okay. അത് ഞാൻ ഇപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. കുറെ ആൾക്കാര് ടെലിവിഷനിൽ വന്ന ഓഡിയൻ എന്ന് പറയുന്നു. ഓഡിയൻ ഇസ് നോട്ട് ദ സിംഗുലർ ഓഫ് ഓഡിയൻസ്. ഓഡിയൻസ് ഇസ് ജസ്റ്റ് വൺ വേർഡ്. ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ
അവിടെ ഇരിക്കുന്ന ആരും അതെ. അത് എത്ര പേരാണേലും ഇനി ഞാൻ ഓഡിയൻസ് ഇതിനെ ആവർത്തിക്കില്ല. ഇല്ല നിന്റെ ഇതെന്റെ തെറ്റല്ല മനസ്സിൽ ഇത് എപ്പോഴും നീയല്ല എല്ലാരും കുറെ പേര് പറയുന്നുണ്ട് ജസ്റ്റ് ഓഡിയൻസ് Okay. ഇത് വേറെ ഇട്ടാ As an മതി audience, Yes. okay. As a viewer, Yes. okay. ചേച്ചി ആക്ച്വലി നമ്മൾ കുറെ നാൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചേച്ചിയുടെ ഇന്റർവ്യൂ, ചേച്ചിയുടെ ആങ്കറിംഗ് നമ്മൾ മിസ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഗ്രീൻ റൂം എന്ന് പറയുന്ന ഒരു കാര്യം ചേച്ചി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ ചോദിക്കട്ടെ ചേച്ചി, അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗട്സ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ പുഷ് വേണമല്ലോ. സോ വാട്ട് വാസ് ദാറ്റ്? No, I'll be very honest. മോൻ പറഞ്ഞ പോലെ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു ബിക്കോസ് ഐ ബീൻ ഹോസ്റ്റിംഗ് ഫോർ ദ ലാർജർ പാർട്ട് ഓഫ് മൈ ലൈഫ് 28 years. പ്രൊഫഷണലി ഓൾമോസ്റ്റ് ഹാഫ് ദാറ്റ് യുനോ. അപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ ഇനി മറ്റൊരു ലോകത്ത് കയറി അവിടെ പിന്നെയും തുടങ്ങി വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി യുനോ ബിക്കോസ് ടു ബി എ ന്യൂ കമർ ഓർ എ സ്റ്റാർട്ടർ ഇസ് ടഫ്. പക്ഷേ ഐ തിങ്ക് അറൌണ്ട് മൈ 38-40 ഒക്കെ എത്തിയപ്പോൾ ഐ ഹിറ്റ് എ വാൾ. ബിക്കോസ് ആങ്കറിംഗ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഉറക്കത്തിലും എനിക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ബിക്കോസ് ഐ ഡൺ അത്രയും ഷോസ്, അത്രയും മെമ്മറി ഉണ്ട് എനിക്ക്, മസിൽ മെമ്മറി. അപ്പൊ ഐ നീഡഡ് എ ചാലഞ്ച്. അപ്പൊ എന്ത് ചെയ്യണം നോക്കി ദ യൂഷ്വൽ കോഴ്സസ് സ്റ്റാർട്ട് എ ബുട്ടീക്ക് അങ്ങനെ ചെയ്യാം. ഫൈനലി ഐ വാസ് ലൈക്ക് യു നോ വാട്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഏറ്റവും ഹാപ്പിയും സംസാരിക്കുന്നതും ഇങ്ങനത്തെ സംഭവങ്ങളാ. ഇത്രയും നാൾ നിന്ന് ചെയ്തു, കുറച്ചു നാൾ ഇരുന്ന് ചെയ്യാം. അങ്ങനെയാണ് ഗ്രീൻ റൂം എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂസ് കുറെ വർഷം ആക്ച്വലി ആൾക്കാർ പറയുന്നു. ബട്ട് ഞാൻ കുറെ അധികം ഇന്റർവ്യൂ കൊടുക്കുന്ന ആളാ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇന്റർവ്യൂസിന് വിളിക്കുമ്പോൾ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. സോ ഇറ്റ്സ് എ ടഫ് തിങ് ടു നാവിഗേറ്റ്. അതുകൊണ്ട് ഞാൻ സീസൺ വൈസേ ചെയ്യുന്നുള്ളൂ. ഒരു വർഷത്തില് ഒരു സീസൺ 12 എപ്പിസോഡ്സ് മാത്രമേ ഉള്ളൂ. അത് എല്ലാ വർഷവും കൊണ്ടുവരാനായിരിക്കും എന്റെ ശ്രമം. അതിൽ ഫസ്റ്റ് സീസൺ ഐ വാസ് നോട്ട് ഷുവർ ഹൗ ഇറ്റ് വുഡ് ഗോ. ഐ ഡോണ്ട് നോ, പീപ്പിൾ സേ ദിസ്, ബട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കുന്നു. ബിക്കോസ് ഞാൻ അത്രയും പണിയെടുത്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല എന്റെ ഫുൾ ടീം. സോ ടു ബി യുനോ ഡബിൾ വാമി ആണ് ടു എൻറ്റർ എ സ്പേസ് പ്രൊഫഷണലി. ഒരു പ്രൊഡക്ഷനുമായിട്ടാണ് ഞാൻ എൻറ്റർ ചെയ്തിരിക്കുന്നത്. ഐ ഹാവ് എ കമ്പനി കോൾഡ് RH Factor now. എന്റെ എല്ലാ ഷോസും ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ ഗുഡ് തിങ് ഈസ് ഗോഡ് ഇസ് സോ ഗ്രേറ്റ് ദാറ്റ് എന്റെ റിയൽ ജോബ് ആങ്കറിംഗ് ജോബ് ഇപ്പോഴും എനിക്ക് നന്നായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കാശ് ഉണ്ടാക്കുന്നു, ഞാൻ ഇതിലിടുന്നു, ഈ ഷോ ചെയ്യുന്നു. ആൻഡ് സോഷ്യൽ മീഡിയ വിൽ ഇവൻച്വലി, നമുക്ക് കൺസിസ്റ്റൻസി ഇസ് ദ കീ അല്ലേ. അപ്പൊ ഐ ഹോപ്പ് ദാറ്റ് ഐ കൻ ബി കൺസിസ്റ്റന്റ് ഹിയർ as well. അതിനുള്ള ഒരു പ്രചോദനമാണ് ഇത്. താങ്ക് യു. ചേച്ചി, ബിഫോർ വൈൻഡിങ് അപ്പ്, ആക്ച്വലി നമ്മുടെ ഈ ഇതുപോലുള്ള അവാർഡ് ഫംഗ്ഷൻ സാറ്റലൈറ്റ് ചാനൽസും അതുപോലുള്ള ബിഗ് കമ്പനീസ് ഒക്കെ ഒരുപാട് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ബിറ്റ് കമ്പാരിറ്റീവ്ലി ഈസി ഫോർ ദം. പക്ഷെ ഒരു ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അല്ലെ, ഇതുപോലൊരു ഒരു ഷോ പുൾ ഓഫ് ചെയ്യാന്നുള്ളത്. സോ വാട്ട് ഡു യു തിങ്ക്, ഹൗ ഡു യു ഫീൽ? ലൈക്ക് ഐ സെഡ്, ഈ ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നതിന് ഒരു ക്രെഡിബിലിറ്റി കൊണ്ടുവരുന്ന ഒരു എഫേർട്ട് ആണ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു ഷോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ആയ രീതിയിൽ ചെയ്യാനുള്ള എഫേർട്ടാണ് ഞാൻ എടുക്കുന്നത്. അതിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവാം, ബട്ട് ഐ വാണ്ടഡ് ടു ഡു എ പ്രോപ്പർ പ്രൊഡക്ഷൻ. ബിക്കോസ് ഞാൻ കണ്ടു വളർന്നത് അതാണ്. ഞാനൊരു ആങ്കറായി ഇത്രയും വർഷം എത്തിയത്. അപ്പൊ എനിക്കറിയാം ഒരു പ്രൊഡക്ഷൻ നല്ലതാവുമ്പോഴും വീക്ക് ആവുമ്പോഴും ബഡ്ജറ്റ് കുറയുമ്പോഴും കൂടുമ്പോഴും ഒക്കെ ഉള്ള വ്യത്യാസങ്ങൾ. ഇപ്പൊ ഒരു ലൈറ്റ് കുറഞ്ഞാൽ ബഡ്ജറ്റ് കുറയാണ് ബേസിക്കലി. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. യുനോ സൗണ്ടിന്റെ ഇത് മാറിയാൽ യു നോ ദാറ്റ് ദെയർ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ട്. സോ അതൊക്കെ മനസ്സിലാവുമ്പോൾ അതിനുള്ളിൽ നിന്നും പ്രവർത്തിക്കുമ്പോൾ ആസ് എൻ ഔട്ട്സൈഡർ ഐ വോണ്ട് ടു ഡു ദ ബെസ്റ്റ്. അതുകൊണ്ട് നമ്മുടെ എഫേർട്ട് അത്രയും കൂടും. ആ എഫേർട്ട് എത്ര അധികം മൈൽസ്റ്റോൺ മേക്കേഴ്സും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഷാബിനും ഖനയും അപ്പുവും ടീമും ഒക്കെ എടുക്കുന്നുണ്ട് എന്നത് യു ഹാവ് ടു കൺഗ്രാജുലേറ്റ് ദം. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ അബൌട്ട് എന്താ പറയാ ഹൗ ദ കോണ്ടന്റ് ഇസ് ടേക്കൺ. അത് ഏത് രീതിയിലും ആവാം. പ്രേക്ഷകർ എല്ലാ ടൈപ്പും ഉണ്ട്. പക്ഷേ അത് ഡിജിറ്റലൈസ് ചെയ്ത ഈ വേൾഡില് ആ ഒരു ഡിജിറ്റൽ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഒരു എഫേർട്ട് എടുക്കുന്നത് is a big thing and I congratulate you Milestone. So anyway, thank you Gigi, thank you so much. Congratulations on your award as well. And എനിക്ക് award കൈ കിട്ടിയത് What was the category? Best male debut? Male debut anchor. So ഞങ്ങൾക്ക് ഒരു പാരയായി. നീ ഡിജിറ്റൽ വേൾഡിൽ നിന്നാ മതി, റിയൽ വേൾഡിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ പറയാം. I wish you the best, Mane. I hope we get to host together. I hope Chechi is there till then. Yeah, hey, Chechi will be there always. Chechi better be. Okay, Chechi, thank you so much and congratulations. Thank you. Welcome to Milestone Makers presents Dazzler HNR Digital Superstars 2026. Dhanya Verma, welcome. Okay, അപ്പോൾ 2025 മിന്നും താരങ്ങളെ ഒരു കുടക്കീഴിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ തോന്നുന്നത്? താങ്കളും ഇപ്പൊ അതിന്റെ ഒരു പാർട്ടാണ്. സോ ഹൗ ഡു യു ഫീൽ? സോ താങ്ക് യു എവ്രി വൺ, താങ്ക് യു മൈൽസ്റ്റോൺ മേക്കേഴ്സ്. നമുക്കൊരു അവാർഡ് കിട്ടുക, നമ്മുടെ വർക്കിനൊരു റെക്കഗ്നീഷൻ കിട്ടുക, അത് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്കതൊരു വലിയൊരു എൻകറേജ്മെൻ്റ് ആണ് ടു ക്രിയേറ്റ് മോർ. ആൻഡ് വി ഓൾ നോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ലൈഫ് എത്ര ഡിഫിക്കൽട്ടാണ് ടു കീപ് ദിസ് മൊമെൻറ്റം ഗോയിങ്. സോ ഇറ്റ്സ് എ ഹ്യൂജ് എൻകറേജ്മെൻറ്റ്. താങ്ക് യു ഫോർ ദാറ്റ്. നമ്മളൊക്കെ ആക്ച്വലി ഞാനും ഒരു ആങ്കറാണ്, ഞാനും ഒരു വിജയാണ്. സോ ഞാൻ വീട്ടിൽ പറയും എനിക്ക് ധന്യ പറഞ്ഞ പോലെ ഒരു ആങ്കർ ആവണം. വെരി ഓണസ്റ്റ്ലി ഐ എം ടെല്ലിങ് യു,
കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എപ്പോഴും താങ്കളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ഗസ്റ്റിനെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാതെ, അതായത് ഒരിക്കലും ഒഫൻഡ് ചെയ്യാതെ, ഒരിക്കലും എന്താ പറയാ അവരുടെ ഒരു കംഫർട്ടബിൾ സ്പേസിനും എന്താ പറയാ അത് ബ്രേക്ക് ചെയ്യാണ്ട്, എന്നാൽ അവരെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞും അതുപോലെ പ്രേക്ഷകർക്കും അവരെ അറിയിച്ചും കൊടുക്കുന്ന ഒരു സ്റ്റൈൽ ഓഫ് ആങ്കറിംഗ് ആണ് താങ്കളുടെ, ഒരു സ്റ്റൈൽ ഓഫ് ഇന്റർവ്യൂ ആണ്. ശരിക്കും എപ്പോഴാണ് ഈ മനസ്സിൽ ഈ ഒരു ജേണറാണ് പിടിക്കുന്നത്, അതോ താങ്കൾ ഇങ്ങനെയാണോ? ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു ഒത്തന്റിക് ആയിട്ട് നമ്മൾ ആങ്കറിങ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നമ്മളുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി വിൽ ഷൈൻ ത്രൂ. നമുക്ക് കുറേ നാൾ ഒരു ഫേക്ക് പേഴ്സണ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഹൗ യു ആസ്ക് ദ ക്വസ്റ്റ്യൻസ്, വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് യു ആസ്ക്, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്താണ്, നമ്മുടെ പെർസ്പെക്റ്റീവ്സ് എന്താണ്, എവിടെയൊക്കെയോ അതൊക്കെ വരും നമ്മളെ ചോദ്യങ്ങളിൽ. സോ അത് നമുക്ക് ഡിസോസിയേറ്റ് ചെയ്ത് ചെയ്യാം. നമ്മൾ ആക്ടേഴ്സ് അല്ല, നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു എസെൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇന്റർവ്യൂവേഴ്സും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടേതായ ഒരു ഡിസ്റ്റിങ് സ്റ്റൈല് കാണും. കുറെ വർഷങ്ങൾ ചെയ്ത് പഴകി കഴിയുമ്പോൾ ആ ഒരു സ്റ്റൈല് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, അവിടെ കാണിക്കാവോ? ഓക്കെ, സോ എന്തായിരുന്നു കാറ്റഗറി? This is best popular celebrity interviewer. ബെസ്റ്റ് പോപ്പുലർ സെലിബ്രിറ്റി ഇന്റർവ്യൂവർ. ഈ അവാർഡ് കയ്യിൽ കിട്ടുമ്പോ ഉണ്ടല്ലോ എന്താ തോന്നിയത്? ഇത് ഈ അവാർഡ് പിടിക്കുമ്പോൾ എനിക്ക് അതിൽ ഒത്തിരി സന്തോഷം ഉണ്ടാവാൻ വേറെ ഒരു കാരണം കൂടിയാണ്. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു റെക്കഗ്നീഷൻസ് അല്ലെങ്കിൽ അവാർഡ്സ്. കാരണം എൻ്റെ കരിയർ തുടങ്ങിയത് 2002-ലാണ്. ഞാൻ ഒരു ആങ്കറായി കഴിഞ്ഞിട്ട് പലപ്പോഴും കരിയർ ബ്രേക്സ് എടുത്ത് വലിയ വലിയ ഗ്യാപ്സ് എടുത്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത്, അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3rd or 4th ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ആയാമ തുടങ്ങിയത്. അപ്പോൾ ഓരോ തവണ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്, ഇത് എവിടെയെങ്കിലും എത്തുമോ, എന്തെങ്കിലും ആവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരു അമ്മയാകുമ്പോൾ പലപ്പോഴും നമുക്ക് എടുക്കേണ്ടി വരും ബ്രേക്സ്. അപ്പൊ ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ്, ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സപ്പോർട്ട് തന്നെയാണ്. വെൽക്കം ബാക്ക് ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡാസ് HNR ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2026. ഷെഫ് പിള്ളൈ, വെൽക്കം, സ്വാഗതം, നമസ്കാരം. ഓക്കെ, അപ്പോ കഴിഞ്ഞ വർഷം, അതായത് 2025-ൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിറഞ്ഞു നിന്ന മിന്നും താരങ്ങളെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതിന്റെ ഒരു പാർട്ടായിട്ട് താങ്കൾ കൂടെ എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫംഗ്ഷനകത്ത് വരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മള് അത് പാട്ടാണെന്നുള്ള ഒരു രീതിയിൽ വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആണല്ലോ. അപ്പം നമ്മളൊക്കെ സോഷ്യൽ മീഡിയ കുറെ വർഷമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ കുറെ യങ്സ്റ്റേഴ്സും ബാക്കിയുള്ളവരൊക്കെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന കാണുകയാണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ അതിനകത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ഒരുപാട് സന്തോഷമാണ്. ഓക്കെ, ഈ ഷെഫ് പിള്ളൈ എന്ന് തന്നെ താങ്കളുടെ പേര് ചേർത്ത് വിളിക്കപ്പെടുന്നുണ്ട്. എത്രത്തോളം സന്തോഷം തരുന്നുണ്ട് ആ ഒരു വിളി? അത് ഭയങ്കര സന്തോഷമാണ്. അതിപ്പോ നമ്മുടെ ഒരു പ്രൊഫഷൻ, പിന്നെ അതൊരു ബ്രാൻഡായിട്ട് മാറുന്നു, പേരും ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ എന്നെ എന്റെ ഫുള്ള് പേര് സുരേഷ് എന്നാണ്. അപ്പൊ അതൊക്കെ എല്ലാവർക്കും മറന്നു. ഇപ്പൊ എല്ലാവരും ഒരുപാട് പേര് ഷെഫ് പിള്ള എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ കോമൺ നെയിമായിട്ട് മാറിയ രീതിയിൽ സന്തോഷം. അത് സോഷ്യൽ മീഡിയയുടെ ഒരു നമ്മളത് പ്ലാൻ ചെയ്ത്, അല്ലാതെ ഒരു പേഴ്സണൽ ബ്രാൻഡ് എന്ന രീതിയിലൊന്നും ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ വർഷം ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നല്ലോ, അപ്പൊ ആ ടൈമിൽ തുടങ്ങിയപ്പോൾ ഇട്ടതാണ്. വെൽക്കം ബാക്ക് ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് ഡാസ് HNR ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2026. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ബൈജു നായരാണ്. നമസ്കാരം. യെസ്, ഫൈനലി. അപ്പോ നമുക്കറിയാം 2025-ല് ഡിജിറ്റൽ മീഡിയയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിന്നിരിക്കുന്ന താരങ്ങളെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ആദരിക്കുന്നത്. അപ്പോ താങ്കൾക്ക് അവാർഡ് ഉണ്ടോ ഇല്ലയോ ഇതെല്ലാം സസ്പെൻസ് ആണ്, അറിയില്ല. കംപ്ലീറ്റ്ലി അപ് ടു ഓഡിയൻസിന്റെ. ഓക്കെ, കിട്ടട്ടെ. ഓക്കെ, സോ എന്താണ് പറയാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഇതുപോലൊരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ വാട്ട് യു ഫീൽ? എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പം ഒരു അവാർഡിന് വേണ്ടി പ്രയത്നിച്ചിട്ടൊന്നും കിട്ടുന്നതല്ലോ. നമ്മൾ അതിന് വേണ്ടി ഉപജാപം ഒന്നും നടത്താതെ കിട്ടുന്ന അവാർഡുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഏതൊരു അവാർഡും തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരു പ്രചോദനമാകുന്നുള്ള ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവാർഡ് തരണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങനെയാണ്. ഓക്കെ, ഇപ്പൊ അവാർഡ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചടങ്ങ് അതിനൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും? എല്ലാവരും കാണുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഞാനിപ്പോൾ ആരൊക്കെ വരുന്നുണ്ട് എന്ന് ഇന്നലെ ചോദിച്ചിരുന്നു. അപ്പം നമ്മുടെ പല സുഹൃത്തുക്കളും വരുന്നുണ്ട്. പലപ്പോഴും എന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും യാത്രയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സോഷ്യലൈസിങ് പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ എല്ലാവരും കാണുക, സംസാരിക്കുക ഒക്കെ സന്തോഷമുള്ള കാര്യമാണ്. അവിടെ ചുമ്മാ അതിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും വലിയ സന്തോഷമുണ്ട്. അപ്പോ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. പ്ലീസ് എൻജോയ് ദി ഷോ. താങ്ക് യു. വെൽക്കം ബാക്ക് ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡാസ് HNR ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2026. Ashwini ji, welcome. So yes, so the Ashwati ചേച്ചിയുടെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഐ എം സോ ഹാപ്പി ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് യു. ഓക്കെ, അപ്പോൾ 2025-ല്
ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ മിന്നി തിളങ്ങിയ താരങ്ങളെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് ഒരാള് അല്ലെങ്കിൽ ഒരു പാർട്ടായിരിക്കുകയാണ് ചേച്ചി. ഹൗ ഡു യു ഫീൽ? ഹൗ എക്സൈറ്റഡ് ആർ യു? ഹൗ ഹാപ്പി ആർ യു? ഐ എം ഹാപ്പി. എന്ത് തരത്തിലുള്ള റെക്കഗ്നീഷൻ ആണെങ്കിലും അത് സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്തു അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് അ ലോട്ട്. സന്തോഷം. ഈ പ്രേക്ഷകരുടെ സ്നേഹം, അവരുടെ അംഗീകാരം, ഇതൊക്കെ കാണുമ്പോ ചേച്ചി ഹൗ ഡു യു ഫീൽ? എന്താ തോന്നുന്നത്? അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ അത് വലിയ റെസ്പോൺസിബിലിറ്റിയുമാണ്. നമുക്ക് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, അത് കാണുന്ന ആൾക്കാരെ കുറിച്ച് കൂടി നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. കാരണം ഇത്രയും ആളുകളിലേക്കാണ് നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്ന ഒരു എഴുത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് നമ്മൾ റീലായിട്ട് ചെയ്യുന്നതായിക്കോട്ടെ, നമ്മൾ പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പൊ ഈ സംസാരിക്കുന്നത് പോലും ആയിക്കോട്ടെ, അത് ആളുകൾ കാണുന്നുണ്ട്. അത് ഓരോരുത്തരും അതിന് കണക്ട് ചെയ്യുന്നതും അവരതിനെ അർത്ഥം കൊടുക്കുന്നതും ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ സെൻസിബിൾ ആവണം എന്നുള്ളതും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം എന്നുള്ളൊരു ബോധ്യമുണ്ട്. ചേച്ചി ആക്ച്വലി ആൾക്കാരോട് കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്ക് ഒരുപാട് റിലേറ്റബിൾ ആയിട്ടാണ് ചേച്ചി സംസാരിക്കുക. എക്സ്പീരിയൻസിൽ നിന്ന് എക്സാമ്പിൾസ് എടുത്തു പറഞ്ഞ് ഒരു പാരന്റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ബ്രദർഹുഡ് അല്ലെങ്കിൽ സിസ്റ്റർഹുഡ്, ആ റിലേഷൻഷിപ്പിന്റെ വാല്യൂ ചേച്ചി എപ്പോഴും പറയാറുണ്ട്. സ്നേഹത്തിന്റെ വാല്യൂ ചേച്ചി എപ്പോഴും അതിങ്ങനെ പൊക്കി പിടിച്ച് തന്നെ സംസാരിക്കാറുണ്ട്. സോ ഹൗ ലവബിൾ ആർ യു? അത് എന്റെ ചുറ്റുമുള്ളവർ പറയേണ്ട കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് നല്ല റിലേഷൻഷിപ്പുകളുടെ ഉടമയാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിപ്പോ എൻ്റെ പേരൻസ് ആയിക്കോട്ടെ, എൻ്റെ സിബ്ലിങ്സ് ആയിക്കോട്ടെ, എൻ്റെ പാർട്ട്ണർ ആയിക്കോട്ടെ, എൻ്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കളായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഇവരിൽ നിന്നൊക്കെ സ്നേഹം അനുഭവിക്കാനും സ്നേഹം കൊടുക്കാനും പറ്റിയിട്ടുള്ള ഒരാളാണ്. ആ കാര്യത്തിൽ, സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാൻ പെർട്ടിക്കുലർ ആയിട്ട് റിലേഷൻഷിപ്പിനെ ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ പ്രത്യേകിച്ചും മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോ ആ ഒരു ബ്യൂട്ടി എപ്പോഴും ഒബ്സർവ് ചെയ്യാനും അതിനകത്ത് ചിലർക്ക് മാത്രം എന്താണ് പാളിപ്പോകുന്നത് എന്നുള്ളത് ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ക്യൂരിയസ് ആവാറുണ്ട്. അപ്പോ എപ്പോഴും ബന്ധങ്ങളെ ഒബ്സർവ് ചെയ്യാൻ ഇഷ്ടമാണ്. ഐ തിങ്ക് ഐ ആം ലവബിൾ. ഓക്കേ, സൂപ്പർ. ആൻഡ് ഐ ഓൾസോ വാണ്ട് ടു ടെൽ യു ദാറ്റ് യു നോ, താങ്കളുടെ കുട്ടിയായിരിക്കും എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബ്ലെസ്ഡ് കുട്ടി. അതൊരു പെർസ്പെക്റ്റീവ് മാത്രമാണ്. അത് കുട്ടി പറയേണ്ട കാര്യമാണ്, അത് കുട്ടിക്ക് തോന്നേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് പുറമേ നിന്ന് കാണുന്നവർക്ക് തോന്നുന്ന പോലെയോ അല്ലെങ്കിൽ ഞാനിപ്പോ ഏറ്റവും നല്ല പേരന്റ് ആണെന്ന് വിചാരിച്ചാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോ കുട്ടിക്ക് ചിലപ്പോ അതായിരിക്കില്ല വേണ്ടത്. കുട്ടി ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല ആഗ്രഹിക്കുന്നുണ്ടാവും. നാളെ ചിലപ്പോ ഇന്ന് നമ്മൾ ഏറ്റവും നല്ലതെന്ന് വിചാരിച്ച് ചെയ്ത കാര്യമായിരിക്കും നാളെ അവളുടെ ഒരു ട്രോമയായിട്ട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഐ വിൽ നെവർ ക്ലെയിം ഞാൻ ഭയങ്കര നല്ല പേരന്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഐ എം ട്രൈങ് ടു do my best. So welcome back to Milestone Makers presents Dazzler HNR Digital Superstars 2026. Welcome Anjana. Thank you. Okay, നമ്മൾ കഴിഞ്ഞ വർഷം എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് കണ്ട ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മുഖമാണ് താങ്കളുടേത്. ഓക്കെ, ഈ ബിഗ് ബോസിലൂടെ അല്ലെങ്കിൽ ലൈൻ കട്ട് ആ ഒരു ഷോ, ആ ഒരു എക്സിറ്റ് ഇന്റർവ്യൂ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എക്സിറ്റ് ഇന്റർവ്യൂ അങ്ങനെ തന്നെയാണ്, വേണമെങ്കിൽ അല്ല അത് തന്നെയാണ്. അതെ. സോ ആ ഒരു ഇന്റർവ്യൂയിലൂടെ എനിക്ക് തോന്നുന്നു അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ നോട്ട് ചെയ്തതും ഇനി നെക്സ്റ്റ് സീസണിൽ അഞ്ജന ഉണ്ടാവും എന്നുള്ള ചർച്ചകളും പുറത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, കണ്ടസ്റ്റൻസിനെ കൂടുതലും എന്നെ നോട്ട് ചെയ്തെങ്കിൽ അതെന്റെ ഫെയിലിയർ ആണ്. ബിക്കോസ് ഞാൻ അവിടെ ഇരുന്നത് അവരെ നോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി. അപ്പൊ അതിൽ കൂടുതൽ എന്നെ നോട്ട് ചെയ്ത് എനിക്ക് സുഖിച്ചു നല്ലോണം. അങ്ങനെ പറഞ്ഞാൽ ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് മൈ ഫെയിലിയർ. ഓക്കെ, അല്ല ആൾക്കാർ നോക്കുമ്പോഴത്തേനുണ്ടല്ലോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി, വളരെ ബ്യൂട്ടിഫുള്ളി അതിനെ ക്യാരി ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കുറെ കമന്റ്സ് ആണ് വരുന്നത്. സോ ഈ ഒരു പോസിറ്റീവ് കമന്റ്സ്, ഈ ആൾക്കാരുടെ ഈ ഒരു സ്നേഹമൊക്കെ പെട്ടെന്ന് കിട്ടുമ്പോൾ വാട്ട് ഡു യു ഫീൽ? Sometimes I used to feel, see the thing is that ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ പണിയെടുക്കുന്നുണ്ട്. ആൻഡ് ഞാൻ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് മുതൽ ഓൾമോസ്റ്റ് 1000 സ്റ്റേജ് ക്രോസ് ചെയ്തതാണ്. സോ അപ്പോഴൊന്നും ഒരിക്കലും എനിക്ക് ഇത്രയും ആക്സെപ്റ്റൻസ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ എവിടെ പോയാലും എങ്ങനെ പോയാലും. സോ അത് എനിക്ക് കിട്ടുന്ന ആക്സെപ്റ്റൻസിനേക്കാളും ആ ബിഗ് ബോസ് എന്നുള്ള ഷോ എത്രത്തോളം ആൾക്കാർ കാണുന്നു അതിന് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് ആണ്. ബിക്കോസ് ബിഗ് ബോസ് ഇസ് എന്താ പറയുക, നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രോഗ്രാമാണ്. സോ ദിസ് ഇസ് ഓൾ യു ആർ ഗിവിംഗ് ടു ദാറ്റ് ഷോ. ഇല്ലെങ്കിൽ എനിക്ക് മുമ്പേ ഇതുപോലെ കിട്ടേണ്ടതായിരുന്നല്ലോ. അപ്പം നിങ്ങൾ എന്നെ ഇതിന് മുമ്പ് വിളിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ ആദ്യമായിട്ട് വിളിക്കുന്നത്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ, അത് ആ ഷോയ്ക്ക് കിട്ടുന്നത്. പിന്നെ മേ ബി ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞ ഏറ്റവും കൂടുതൽ കമന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു എന്നുള്ളത്. അത് തന്നെയായിരുന്നു എനിക്കും ചോദിക്കേണ്ടത്, അതുകൊണ്ട് ഞാനത് ചോദിച്ചു. ആൻഡ് കൂടുതലും എനിക്ക് കിട്ടിയ ഒരു അപ്പർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരുടെ കൂടെ ആ ജേർണി, ഇവരുടെ തുടക്കം മുതലേ എല്ലാവരുടെയും ആ ജേർണി ഞാൻ കാണുന്നുണ്ട്. ഇവരെല്ലാവരും എനിക്ക് പേഴ്സണലി അറിയാം.
സോ അതുകൊണ്ട് ആ ഒരു അപ്പർ ഹാൻഡ് എനിക്ക് കിട്ടി. മേ ബി അതായിരിക്കും. പണ്ടൊരാളെ ചോദിച്ച ചോദ്യമാണ്, ഇതിന് താങ്കൾ ഉത്തരം പറഞ്ഞതാണ്. ബിഗ് ബോസിൽ കാണാൻ ചാൻസ് ഉണ്ടോ താങ്കളെ? ഒരിക്കലും ഇല്ല. ഇല്ല, കണ്ടസ്റ്റന്റ് ഇല്ല, ഒരിക്കലും. ഒന്നാമത് ബിഗ് ബോസ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. കണ്ടസ്റ്റന്റ് ആവാന്ന് പറയുന്നത്, ഞാൻ ഓരോ കണ്ടസ്റ്റന്റും, അതായത് ഒറ്റ ദിവസം നിന്ന ആള് മുതൽ 100 ദിവസം നിന്ന ആള് വരെ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. ഞാൻ ഈ കാണുന്ന സ്ട്രെങ്തേ ഉള്ളൂ. ഞാൻ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളല്ല. എനിക്ക് എന്റെ അമ്മയെ കണ്ടില്ലെങ്കിൽ സങ്കടം വരും, എന്റെ വീട്ടിൽ കണ്ടില്ലെങ്കിൽ സങ്കടം വരും, ഫോൺ കിട്ടിയില്ലെങ്കിൽ നല്ല വിഷമാവും. ബിഗ് ബോസ് നിങ്ങളുടെ എൻഡ്യൂറൻസിനെ ഭയങ്കരമായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഷോ ആണ്. വെൽക്കം ബാക്ക് ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡാസ്ലർ HNR ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2026. ചേച്ചി വെൽക്കം. പൊന്നമ്മ ചേച്ചി ആൻഡ് ദീപ്തി സ്വാഗതം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷം നമ്മുടെ ഡിജിറ്റൽ മീഡിയ രംഗത്ത് തിളങ്ങി നിന്ന ആൾക്കാരാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളും തിളങ്ങി നിന്നു എന്നതിനാണ് നിങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നതിന്റെ അർത്ഥം. അതെ, ഈ കൊല്ലം നമ്മൾ തിളങ്ങും. അതെ, ഓക്കെ. അതെ, നമ്മളൊരു ഹോളിവുഡ് ഷോർട്ട് ഫിലിം ഓക്കെ ചെയ്തു. എന്താണ് നമ്മൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നേരെ ഹോളിവുഡിൽ തന്നെ. അത് ഞാൻ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഒരാളായതുകൊണ്ട് ഓസ്ട്രേലിയയിൽ ഷൂട്ട് ചെയ്തപ്പം അതൊരു ഹോളിവുഡ് ഷോർട്ട് ഫിലിമായി മാറിയതാണ്. ആൻഡ് നല്ലൊരു അക്സെപ്റ്റൻസ് ആണ് കിട്ടുന്നത്. സിനിമ നിർമ്മിക്കുക അല്ലെങ്കിൽ സിനിമ ഡയറക്ട് ചെയ്യുക എന്നൊരു മോഹം നമ്മുടെ ഉള്ളിലുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ അതിനുവേണ്ടിയിട്ടാണല്ലോ നമ്മളൊരു ഷോർട്ട് ഫിലിം എടുത്ത് നമ്മൾ തുടങ്ങുന്നത്. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു ഫിലിം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഉടനെ സംഭവിക്കട്ടെ. അപ്പൊ എത്രത്തോളം സന്തോഷമുണ്ട്, എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇങ്ങനെ ഒരു അവാർഡ് ഫംഗ്ഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞു? തീർച്ചയായിട്ടും ഇതെന്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരു അവാർഡ് ഇവന്റിനൊന്നും അങ്ങനെ പോയിട്ടില്ല മമ്മിയുടെ കൂടെ ഒന്നും. So I'm really looking forward to experiencing tonight. So I feel really honored to be here as well. അമ്മയുടെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മോള് ഇപ്പൊ ഒരു ചെറിയ സ്റ്റെപ്പ് ആണെങ്കിലും മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ അത് കണ്ടിട്ട് അതിനെപ്പറ്റി നല്ല രീതിയിൽ സംസാരിക്കുന്നു, നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. ഒരു അമ്മ എന്ന നിലയിൽ താങ്കൾ എത്രത്തോളം സന്തോഷവതിയാണ്? പ്രൗഡാണ്, ഒറ്റ വാക്കില് അല്ലെ. ഒരുപാട് അഭിമാനമാണ് മോളെ ചേർത്തിട്ട്. വെൽക്കം ബാക്ക് ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡാസ്ലർ HNR ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2026. വെൽക്കം. അപ്പോ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം. ഓക്കെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ചാനലിൽ നിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലെ മാനേജ്മെന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ മീനെ ഒരു ഇവന്റ് ഏൽപ്പിച്ചാല് അത് അടിപൊളിയായിട്ട് പുള്ളിക്കാരത്തി എങ്ങനെ ചെയ്തോളും. നമുക്ക് പകുതി പരിപാടിയുള്ളൂ, അവള് ബാക്കി കാര്യങ്ങൾ മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത്. സോ ഇന്ന് ഇവിടെ ആങ്കറിംഗ് ചെയ്യുന്നുണ്ടോ? ആങ്കർ ആരാണെന്നുള്ളത് നമ്മൾ വെളിപ്പെടുത്തിയിട്ടില്ല. എന്താണ് പരിപാടി? ഇവിടെ ആങ്കർ ചെയ്യുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഇത്തവണത്തെയും ആങ്കറിംഗ് ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം മൈൽ സ്റ്റോണിനെ പറ്റി പറയുമ്പോൾ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഫാമിലി. കാരണം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സുരേഷ് ഗോപിയുടെ ഇന്റർവ്യൂ തൊട്ടിട്ടൊക്കെയാണ് ഞാൻ മൈൽ സ്റ്റോണായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ആ സുരേഷ് ഏട്ടന്റെ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ തരംഗമായിരുന്നു, സെൻസേഷൻ ആയിരുന്നു. ഇപ്പോഴും എന്റെ റീൽസ് ഒക്കെ വരുന്നുണ്ട്. എക്സാക്ട്ലി, വലിയൊരു സ്കെയിലിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബീൻ ലൈക്ക് 2-3 years like purely associating with Milestone. അപ്പൊ ഇത്തവണ ഹോസ്റ്റ് ചെയ്യാനാണ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല ആരൊക്കെയാണ് അവാർഡ് വിന്നേഴ്സ് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ദ തിങ് ഈസ് രഞ്ജിനി ചേച്ചി എത്തുന്നു, ചേച്ചി എനിക്ക് ടെക്സ്റ്റ് ചെയ്തു, ചേച്ചിനെ കാണണം. സോ പേഴ്സണൽ കാച്ചപ്പ് പോലെയാണ് നമുക്കിപ്പോ ഇത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചൂടെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് താങ്കൾ സോഷ്യൽ മീഡിയ എസ്പെഷ്യലി നമ്മുടെ പൊങ്കാല കഴിഞ്ഞപ്പോ പൊങ്കാല ശരിക്കും ഞാൻ ഇട്ടു. എനിക്ക് ശരിക്കും പൊങ്കാലയായിരുന്നു. അതെ, അതിന്റെ താഴെയും കമന്റ് സെക്ഷനിലും പൊങ്കാല വരുന്നുണ്ട്. എന്താണ് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ചേച്ചി ആ പറഞ്ഞ ആ ഒരു രഹസ്യം? എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞത് എനിക്ക് പൊങ്കാല എത്ര വർഷമായിട്ട് എനിക്ക് ഇടുന്നത് ഓർമ്മയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം വേറൊന്നും അല്ല, പലരും ഈ ഏജ് ഒക്കെ പറഞ്ഞിട്ട് പ്രശ്നമാവാറുണ്ടല്ലോ. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 5 വയസ്സോട്ട് പൊങ്കാല ഇടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാല് പിന്നെ അതൊരു ചർച്ചയാവും. 5 വയസ്സോട്ട് ഇവളെങ്ങനെ പൊങ്കാല ഇടാൻ, ഇവളെ ആരാണ് അടുപ്പ് കത്തിക്കാൻ പഠിപ്പിച്ചത്? അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ നൈസായിട്ട് സ്കൂട്ട് ആയതാണ്. പക്ഷെ അത് ഇത്രയും മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വ്യൂസ് ആവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. അപ്പൊ അതാണ് അതിന്റെ കാര്യം. ആ വേറൊരു കാര്യം കൂടെ സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട്, എന്താണ് ദിലീപേട്ടന്റെ ചെവിയിൽ പറഞ്ഞ ആ രഹസ്യം? അതൊരു രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. എങ്കിലും ദിലീപേട്ടനിലോട് കൂടി അത് മണ്ണടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറയില്ല. അപ്പോ ഈ അവാർഡ് അല്ലെങ്കിൽ ഈ ഹോസ്റ്റിംഗ് ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ് ഇവിടെ? ഇന്നത്തതില് ഞാൻ പറയും, ബേസിക്കലി എനിക്ക് രഞ്ജിനി ചേച്ചീനെ ഞങ്ങൾ ഒരുപാട് ഫോണിലൂടെ ഞങ്ങൾ സംസാരിക്കുമെങ്കിലും നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ് ഞങ്ങൾക്ക്. സോ ചേച്ചീനെ കാണുന്നുണ്ട്, പിന്നെ ടിനി ചേട്ടൻ എത്തുന്നുണ്ട്. സോ ഞങ്ങളുടെ ഭയങ്കര എന്താ പറയാ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലാണ് എന്റെ എക്സൈറ്റ്മെന്റ്. സോ നൈസ് ടോക്കിംഗ് ടു യു. മീറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം. നിങ്ങളൊക്കെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. You are doing a great job. Thank you so much. Thank you so much. നമ്മൾ പറയും കേറുമ്പോഴുള്ള എനർജിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ കോഫി ആയിട്ട് പോട്ടെ. അപ്പൊ ബാക്കി ശേഷം സ്റ്റേജിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.